നമസ്കാരം, എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നന്ദി പറയുന്നതാണ് നമ്മുടെ ആവശ്യം. കാരണം ഞാൻ എന്റെ വീടാണ്, എന്റെ കുടുംബമാണ്, എന്റെ ബന്ധുക്കളാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരെയും ആദ്യം വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. രാജു സാർ എപ്പോഴും ഭയങ്കര എന്താ പറയുന്നത്, എന്ത് കാര്യത്തിലും സപ്പോർട്ടീവായിട്ടും അല്ലെങ്കിൽ ഏത് മാച്ച് നടത്താലും ഫോൺ ചെയ്ത് ആശംസ അറിയിക്കുന്ന ഒരു സാറാണ്. താങ്ക് യു വെരി മച്ച് സാർ. പിന്നെ 2 MLA-മാരും എന്റെ കൂടെ ഇന്ന് എയർപോർട്ട് മുതൽ ഇവിടെ വരെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കും താങ്ക് യു വെരി മച്ച്. കാരണം ഞാൻ ഇന്നാണ് എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയക്കാർ എത്ര കഷ്ടപ്പെട്ടാണ് വണ്ടിയുടെ റോഡിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതെന്ന്. അതിനിടയ്ക്ക് ഒക്കെ മേടിക്കണം, കുനിയണം, എന്താ പറയുന്നത്, മാല മേടിക്കുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് അതെ കൈ വീശുക, ആൾക്കാരെ കണ്ടില്ലെങ്കിൽ വീണ്ടും അവരെ വീണ്ടും വിളിച്ചു വരുത്തി കൈ കാണിക്കുക. അപ്പം ഇന്ന് ഇവർ രണ്ടുപേരുള്ളതുകൊണ്ട് എനിക്കൊരു ബേസിക് ട്രെയിനിങ് കിട്ടി. സാറോട് ചെയ്ത് അവിടെ ഉണ്ട് കൈ കാണിക്ക്. അപ്പം ഇവരുടെ കഷ്ടപ്പാടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാട് എനിക്ക് ഉണ്ടാവില്ല എന്തായാലും ഉറപ്പാണ്. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതെ, ഇനി ഒളിമ്പിക്സിൽ മെഡൽ മേടിച്ച് കോച്ചായിട്ട് വരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്വീകരണം നമുക്കിവിടെ നടത്താം ഉറപ്പായിട്ടും. അതുണ്ടാവട്ടെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒത്തിരി കുട്ടികള്, സ്കൂൾ കുട്ടികള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്, എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പേഴ്സണലായിട്ടൊന്നും കാണാൻ പറ്റില്ല. കാരണം നമുക്കറിയാലോ അത്രയും തിരക്കുമായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. അതിനിടയ്ക്ക് പ്രോപ്പറായിട്ടൊന്നും കാണാൻ പറ്റില്ല. കോച്ചസും ഉണ്ടായിരുന്നു, പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും പല പ്രായത്തിലുള്ളവരുണ്ടായിരുന്നു. അവർക്കെല്ലാം ആദ്യമേ നന്ദി പറയുകയാണ്. അവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, എനിക്ക് ഈ വന്നപ്പോൾ എല്ലായിടത്തും കുട്ടികൾ ഒത്തിരി പേരെ കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ആയിരിക്കാം. കാരണം സ്വപ്നം കാണാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ ഞാൻ മേടിച്ച ഓരോ മെഡലുകളും ഓരോ കുട്ടികളെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതാണ്. ഞാൻ എന്റെ 12ാമത്തെ വയസ്സിൽ നിന്നാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. അതായത് 12 വയസ്സിൽ ജീവിരാജ് സ്പോർട്സ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഏത് കളി കളിക്കണമെന്ന് പോലും അറിഞ്ഞുകൊണ്ടാണ്ട് പോയൊരു വ്യക്തിയാണ്. ഇന്നിപ്പം ഏകദേശം 24 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്റെ ഒരുപക്ഷെ ഒരു വേൾഡ് കപ്പ് മാത്രമേ എന്റെ ഈ ഒരു ഷെൽഫിൽ ഇല്ലാത്തേ ഉള്ളൂ. ബാക്കി എല്ലാ മെഡലും ഈ വീടിന്റെ എന്താ പറയുന്ന ഷെൽഫിൽ ഇരിപ്പുണ്ട്. അപ്പം കിഴക്കമ്പലം എന്നൊരു ഗ്രാമത്തിൽ നിന്ന്, അല്ലെ എൽമേലിക്കര എന്നൊരു സ്ഥലത്ത് നിന്നും എനിക്ക് ഒളിമ്പിക്സിൽ വരെ എത്താൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു മെഡൽ നേടാൻ പറ്റിയെങ്കിൽ, ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ എവിടെ ജീവിക്കുന്ന ഒരു ആൾക്കും അല്ലെങ്കിൽ ഏതൊരു കുട്ടിക്കും ഒളിമ്പിക്സ് മെഡൽ സ്വപ്നം കാണാൻ അവകാശമുണ്ട്. അതായിരിക്കാം ഈ ഒരു മെഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അപ്പം ആ കുട്ടികളെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞാലും അവിടെ ആലുവ മുതൽ UC കോളേജ് വരെ, അല്ലെങ്കിൽ UC കോളേജ് മുതൽ കല മുതൽ എന്റെ വീട് വരെ എന്റെ കൂടെ വന്ന് എന്നെ എന്താ പറയുക, എനിക്ക് അനുമോദനങ്ങൾ അർപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ, ഇവരെല്ലാം എന്താ പറയുന്നത്, തൂങ്ങിക്കിടന്നൊക്കെയാണ് ഓടി വന്നത്. ഒരാൾ എന്റെ പുറകെ ഇരിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ഒരാൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും മാലയിട്ടുമ്പോൾ ഒരാൾ മയക്കം കൊണ്ട് വരുന്നു, കുറച്ചുപേര് പരിഭവമായിട്ട് മാറി നിൽക്കുന്നുണ്ട്, എനിക്കതൊരു ബൈറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളാണ് ഒരുപക്ഷെ എന്നെ ഒരു താരമാക്കി മാറ്റാൻ വളരെയധികം സഹായിച്ചിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. കാരണം അതുപോലെ നിങ്ങൾ എന്നെ ക്രിട്ടിക്കും ചെയ്തിട്ടുണ്ട്, ലൈക്കൊന്നുമല്ല, എത്ര അതുപോലെ എന്താ പറയുന്ന കിട്ടുന്നിടത്തൊക്കെ ഒരു പണി തന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു താരത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരിക്കലും വളർച്ച ഉണ്ടാവുകയില്ല. അപ്പം എത്രത്തോളം ക്രിട്ടിക്കോ ആവോ അത്രത്തോളം നല്ലതാണ് താരങ്ങൾക്ക് ഒരുമാതിരി ഒരു മെന്റൽ സ്ട്രെസ് എന്താ പറയുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പം ഇവിടെ വന്ന് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒളിമ്പിക്സ് മുതൽ കവർ ചെയ്ത് എന്നെ ഇതുപോലെ ഒരു താരമാക്കി മാറ്റിയ എല്ലാ മീഡിയ പ്രവർത്തകർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ആൾക്കാരാണ് അവരിവിടെ, ഇതിനകത്ത് ആരില്ലെന്ന് തോന്നുന്നു, നമ്മുടെ കേരള പോലീസിലെ അംഗങ്ങൾ. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു തള്ളലോ ഇടിയോ ഒന്നും കിട്ടാതെ എയർപോർട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, അവിടെ മുതൽ എസ്കോർട്ട് വരിക, അതിനുശേഷം ഓരോ ജംഗ്ഷനിലും കറക്റ്റായിട്ട് ട്രാഫിക് നോക്കുക. അതിനകത്ത് വനിതാ പോലീസും ഉണ്ടായിരുന്നു, സാധാരണ നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോ റാങ്കിലുള്ളവർ പലരെയും ഞാൻ കണ്ടില്ല. എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു സല്യൂട്ട് കൊടുത്തിട്ടാണ് വന്നത്. ഏറ്റവും നല്ല കർത്തവ്യമാണ് നോക്കിയത്. അവരെന്നെ പൊന്നുപോലെ ഇവിടെ വരെ എത്തിച്ചു. അപ്പം കേരള പോലീസിനുള്ള നന്ദിയും ഞാൻ ഒത്തിരി അറിയിക്കുകയാണ്. പിന്നെ അവസാനമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്റെ കുടുംബം. ഒന്ന് ഹോക്കി അസോസിയേഷൻ, സാരോടിയുണ്ട്, സുൽസാനെ കണ്ടില്ല, എവിടെ പോയി നടന്നുകൂടാ. അതുപോലെ ഒളിമ്പിക് അസോസിയേഷൻ, സ്പോർട്സ് കൌൺസിൽ, പല അസോസിയേഷനിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. റോട്ടറി ക്ലബും ലയൺസ് ക്ലബിന്റെ മെമ്പേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല വൈസ്മാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കി എല്ലാ ക്ലബ്സും ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് വന്നത് പലരും എന്നെ അറിയാവുന്നവരും എന്റെ ബന്ധുക്കളും അല്ലെങ്കിൽ എന്റെ അയൽവക്കക്കാരുമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനിയും ഒത്തിരി ശ്രീജേഷുകളെ ഉണ്ടാക്കുവാൻ നിങ്ങളുടെ കയ്യിലാണ് അതിന്റെ എന്താ പറയുന്ന ഒരു ഉത്തരവാദിത്വം ഇരിക്കുന്നത്. എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു എക്സാമ്പിൾ ആവാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും
ഒരു ഒരു എന്താ പറയുക, ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു 24 വർഷം എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഓരോ ദിവസങ്ങളായിട്ട് എണ്ണി പോയതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു കാലഘട്ടം മനസ്സിലാകാതെ പോയത്. എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു സെന്റ് ഓഫ് പാർട്ടി ഹോക്കി ഇന്ത്യ തന്നിട്ടുണ്ടായിരുന്നു എന്റെ ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും മനസ്സിലായി ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത്. പക്ഷെ എന്നാലും ഒരു സന്തോഷം അല്ലെങ്കിൽ എന്താ പറയുക, ഒത്തിരി വിഷമങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ ഒത്തിരി കഠിനമായിട്ടുള്ള ഒരു പാതയിലൂടെ കടന്നു വന്ന് അവസാനം ഇത്രയ്ക്ക് നല്ലൊരു രീതിയിൽ പര്യവസാനിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒളിമ്പിക്സിൽ അവസാനം വിട പറയുക, ആ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുക, ആ ഒളിമ്പിക്സിൽ തന്നെ അവസാനം പതാക ഏന്തി നടക്കാനുള്ള ഒരു അവസരം കിട്ടുക, അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്റർ നേരിട്ട് അഭിനന്ദിക്കുക. പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും എന്റെ ഫാമിലിനെ ആണെങ്കിലും വളരെയധികം കെയർ ആയിട്ടാണ് സംസാരിച്ചത്. മക്കളുടെ കൂടെ കളിക്കുകയും തമാശ പറയുകയും ചെയ്തു. മോനൊരു കേക്ക് എടുത്ത് വായിൽ വെച്ച് കൊടുത്തു. എന്റെ ചേട്ടനോട് സംസാരിച്ചു, അച്ഛനോട് അമ്മയോട് വിശേഷം ചോദിച്ചു, വൈഫിനോട് വിശേഷം ചോദിച്ചു. അപ്പം ഇതെല്ലാം ഒരു പ്ലെയർ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ്. അപ്പം ഇതിനെല്ലാം ദൈവത്തിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നിവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.